തിരക്ക് പിടിച്ച എണ്ണ ഒട്ടും തിരക്കില്ലാത്തൊരു ദിവസമാണ് കേട്ടോ ഇന്ന്. ഈ തിരക്കൊക്കെ ഉണ്ടാക്കുന്നത് ആരാണെങ്കിൽ അത് ഞങ്ങൾ തന്നെയാണ്. ഇന്ന് എന്താ പറയുക, പുറത്തിറങ്ങാൻ തുടങ്ങിയാൽ തന്നെ രണ്ടുപേർക്കും ഭയങ്കര തിരക്കാണ്. എന്നാൽ പ്രത്യേകിച്ച് ആവശ്യമുള്ള തിരക്കൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോണത് എവിടേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ക്രിസ്മസൊക്കെയാണ്. ഇത് ക്രിസ്മസിന് മുന്നുള്ള വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ എന്തായാലും ക്രിസ്മസും കഴിഞ്ഞ് ന്യൂ ഇയറും കഴിഞ്ഞോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇത് ക്രിസ്മസിൻ്റെ ടൈമിൽ നമുക്ക് കുറച്ച് അല്ലറ ചില്ലറ ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്യണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് ടൗൺ വരെ ഒന്ന് പോയതാണ് കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് നമ്മുടെ കുറുക്കഞ്ചേരിയിലായിട്ട് ഒരു പുതിയൊരു ഷോപ്പ് വന്നിട്ടുണ്ട്. പുതിയൊരു ഷോപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിലും ആവശ്യമില്ലെങ്കിലും അവിടെ നിന്ന് കയറി നോക്കുക എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു ഇത്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല ഗൈസ്, ഞങ്ങൾ നേരെ ആ ഷോപ്പിലൊക്കെ ഒന്ന് കയറി അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ നോക്കിയിട്ടാണ്. ഒന്നും തന്നെ വാങ്ങിച്ചില്ല, പക്ഷെ ഒന്നെല്ലാം കണ്ടു. കാരണം നമുക്ക് ഇനി നെക്സ്റ്റ് ടൈം നമുക്ക് ആവശ്യം വരുമ്പോൾ ആ ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ പോയി കണ്ടു കേട്ടോ. അവിടെ മെയിനായിട്ട് വരുന്നത് ഷൂസ്, ചപ്പൽസ്, അങ്ങനത്തെ സാധനങ്ങളും പിന്നെ ബാഗ് അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ലക്ഷറി ആയിട്ടുള്ള സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് അതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ തൃശ്ശൂർ വന്ന് ടൗൺ എത്തിയിട്ട് നമ്മൾ ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്കൊക്കെ കയറി ഒന്ന് രണ്ട് ഡ്രസ്സൊക്കെ നോക്കി. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് നമ്മുടെ തൃശ്ശൂരിൻ്റെ മെയിൻ ഏരിയയാണ് പുത്തമ്പള്ളിയുടെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നെപ്പോലെ തന്നെ തൃശ്ശൂരിൽ ജനിച്ച് വളർന്ന് നടന്ന് ഓടിച്ചാടി നടന്ന് എല്ലാവർക്കും ഒരുപോലെ അറിയുന്ന, പോരാത്തിന് സ്കൂൾ തൊട്ട് കോളേജ് വരെയുള്ള പിള്ളേരുകൾക്ക് ഏറ്റവും മെയിനായിട്ട് അറിയുന്ന ഒരു ഏരിയയാണ് പുത്തമ്പള്ളി. ആ പുത്തമ്പള്ളിയുടെ അവിടെയാണ് കേട്ടോ ഞാനിപ്പോൾ കിടന്ന് നടക്കുന്നത്. എന്താണെങ്കിൽ അവിടെ നിന്നും കുറച്ച് ഐറ്റംസ് വാങ്ങിക്കണമായിരുന്നു. അവിടെ കിട്ടാത്ത സാധനങ്ങളില്ല. എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും കേട്ടോ. പുത്തമ്പള്ളിയുടെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഒത്തിരി കുട്ടി കുട്ടി കടകളുണ്ട്, നിറച്ച് ഷോപ്സാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല കേട്ടോ, മൂന്നാമത്തെ ഒരാളും കൂടി ഉണ്ട് എനിക്ക് വീഡിയോ എടുത്ത് തരുന്ന ആൾ. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു കട്ട്ലേറ്റും അതുപോലെ തന്നെ ഒരു എന്താ പറയുക ഒരു കേക്കിൻ്റെ പീസ് ഇതൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ക്രിസ്മസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര എക്സ്പെൻസാണ്. നമുക്ക് ക്രിസ്മസിന് എന്താണ് കേട്ടോ നമ്മളവിടുത്തെ കാവടിയും വരുന്നത്. അപ്പോൾ എക്സ്പെൻസ് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ വലിയ കാര്യമായിട്ടുള്ള ഫുഡിങ്ങും കാര്യങ്ങളൊന്നും കഴിക്കാൻ നിന്നില്ല കേട്ടോ. ചെറുതായിട്ടൊന്നും ഭക്ഷണമാണ് കഴിച്ചത്. അതൊക്കെ കഴിഞ്ഞതാ ഇതിന് എന്നെ പോലെ ഉണ്ടെന്നാണ് കേട്ടോ വിഷ്ണു പറയേണ്ടത് കാണാനായിട്ട്. അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഉച്ചയ്ക്ക് ഒന്നും പുറത്തുനിന്ന് കഴിക്കാത്തതിൻ്റെ ക്ഷീണം നമ്മൾ വീട്ടിൽ വന്നപ്പോൾ അതങ്ങോട്ട് തീർത്തു കേട്ടോ. കുറച്ച് ചിക്കൻ ഇരിക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തു. പിന്നെ ഒരു തട്ടിക്കൂട്ട് ഒരു ഫ്രൈഡ് റൈസും അതുപോലെ ഒരു ചില്ലി ഗോപിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ കൂട്ടിയിട്ടാണ് രാത്രി ഭക്ഷണം കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു.